up all night, staring at you, wondering what's on your mind. Well, I've been this way with so many before, but this feels like the first time. And you want the sunrise to go back to bed, and I wanna make you laugh. Mess up my bed with me, kick off the covers and wait at, and every word you say I think I should write down. I don't wanna forget come daylight. Happy to lay here, just happy to be here. I'm happy to know you. Play me a song, your newest one. Please leave your taste on my tongue. Paperweight on my back, cover me like a blanket, and mess up my bed with me, kick off the covers I'm waiting at, and every word you say I think I should write down. I don't wanna forget come daylight, and no need to worry, that's wasting time, and no need to wonder what's been on my mind. It's you, it's you, it's you. And every word you say I think I should write down. I don't wanna forget. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് വിവാഹം. ഇപ്പോൾ പ്രത്യേകിച്ച് വിവാഹിതരാകുന്ന മക്കളുടെ എണ്ണം കുറവാണ്. ആ നിലയ്ക്ക് ആ വിവാഹ ചടങ്ങുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അല്ലെങ്കിൽ സംഭവങ്ങളായിട്ട് കൂടുതൽ പ്രാധാന്യം അത് നേടി വരുന്ന സമയമാണ്. നമ്മളിപ്പോൾ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാരംഭ ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. മനസ്സമ്മതം, വിവാഹമല്ല, വിവാഹത്തിന് സമ്മതം കൊടുക്കുന്ന ആ വലിയ പാവനമായ സംഭവം. വാസ്തവത്തിൽ സമ്മതം എന്ന് പറയുന്നത് തന്നെയാണ് വിവാഹം. പക്ഷേ അതിൻ്റെ ശാശ്വതീകരണം നടക്കുന്നത് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ മനസ്സമ്മത കർമ്മത്തിന് ഒരുങ്ങുന്ന ലളിതമായ പ്രാർത്ഥനാകർമ്മത്തിലാണ് പങ്കെടുക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈശോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള സ്മരണ കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമ്മുടെ ഈ ഇടതുഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മാതാപിതാക്കളെ, അവരുടെ മാതാപിതാക്കളെ ഒക്കെ സ്നേഹാദരപൂർവ്വം നമുക്ക് ഈ സമയത്ത് അനുസ്മരിക്കുകയും അവരുടെ എല്ലാം പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യ കർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുവിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ
ബാബുവിനെയും വിജിയെയും ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തടലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവ്വസമ്പത്തിലും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനയെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. സഹോദരരെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശിയാക്കിയാൽ മുന്തിരിയടന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന എന്നെയും വിജയെയും ദൈവത്തിന് സമർപ്പിച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സുഹൃത്സമ്പന്നവുമായ ക്രിസ്ത്യ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അവര് ഒരു കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് കയറി വരുന്ന ഈ കുടുംബത്തിന് ഒരു ധന്യതയായിട്ട്, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂടിയ ഒരു ഭാവമായിട്ട് ഈ ഇവരുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഇവരുടെ കുടുംബം ഇവിടെ നിലവിലുള്ള
കുടുംബത്തിനും ചുറ്റുപാടുമുള്ളവർക്കും മാറുന്നതിന് ആവശ്യമായ ശക്തിയും അനുഗ്രഹവും ഈ പുതിയ ദമ്പതിമാരാകാൻ മനസ്സമ്മതം നൽകുന്നവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ സമയം നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ശിഷ്യ ഇന്ന് മനസ്സമ്മതം നൽകുന്ന ബാബുവിനും വിജിക്കും ലഭിക്കുന്നതിന് വേണ്ടി ഇടയാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Song, your newest one. Please leave your taste on my tongue. Paperweight on my back, cover me like a blanket. Mess up my bed with me. Kick off the covers, I'm waiting. And every word you say, I think I should write down. I don't want to forget come daylight. And no need to worry, that's wasting time. And no need to wonder what's been on my mind. It's you. It's you. It's you. And every word you say, I think I should write down. Don't want to forget come daylight. I give up, I'll let you in. You in, 'cause I'm not counting. You made it back to sleep again. Wonder what you're dreaming. I've been waiting for this moment for so long. An answered prayer, I know you are the one. I give to you my heart and soul, with a love that will never grow old. In my life I can see that you were made for me. You'll be there to catch me if I fall. All the days I have prayed, and the love that I have saved, with this ring I'm giving you my all. I thank God for Amen.
പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാദികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങൾ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ഭംഗിരമായ മാർഗ്ഗത്തിൽ കഴിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണതയോടെ അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന നടപ്പാക്കുവാൻ എനിക്ക് ആരാധിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങൾ എന്റെ അജ്ഞാനത്തെ ഘോഷിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്തിരിക്കുവാനൊരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ യുദ്ധത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. പഴുത്തിൻ്റെയും നാഥായ ഒന്നാം ലേഖനത്തിനുള്ള വായന 13-ാം അധ്യായം 1 മുതൽ 7 വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. സുവിശേഷം 15 തിരുവചനങ്ങൾ 9 മുതൽ 12 വരെ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും
നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ഇന്ന് വിവാഹ സമ്മതം നൽകുന്ന ബാബു വിജയ്. ബാബുവിൻ്റെയും വിജയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരിക്കും അവരുടെ വിവാഹം. ആ പ്രധാന സംഭവത്തിൻ്റെ പരസ്യമായ സഭയുടെ അകത്ത് വെച്ച് തന്നെയുള്ള പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത്. മനസ്സമ്മതം. നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ തിരുവചന ഭാഗങ്ങൾ രണ്ട്, കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം, രണ്ടും സ്നേഹത്തെക്കുറിച്ചാണ് പറയുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹം. വിവാഹത്തെക്കുറിച്ച് പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞത്, വിവാഹ ജീവിതത്തിന് അനുസൃതമായ സ്നേഹം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബജീവിതം സ്വർഗമോ നരകമോ ആയി മാറുക. സ്നേഹമുണ്ടായിരിക്കണം. മാത്രമല്ല വിവാഹ ജീവിതത്തിന് അനുസൃതമായ സ്നേഹമുണ്ടായിരിക്കണം എന്നുകൂടി ആ ചിന്തകൻ എടുത്തു പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മൾ പക്ഷേ ചിന്തിക്കാവുന്നതാണ്. നമുക്കറിയാം, സ്നേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ളതായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. ഒരുപക്ഷെ ഗ്രീക്കുകാർക്കുള്ളതായ കാഴ്ചപ്പാട് നമ്മൾ പലരും കേട്ടിരിക്കും. ഈറോസ്, ഫീലിയ, ആഗാപ്പെ. ഈറോസ് എന്ന് പറഞ്ഞാൽ ലൈംഗികത ഉൾപ്പെടെയുള്ളതായ താല്പര്യം, അല്ലെങ്കിൽ താല്പര്യം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ അർത്ഥം, അല്ലെങ്കിൽ ആകർഷണം. അതിന് സ്നേഹത്തിൻ്റെ ഭാവമുണ്ട്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയല്ല എന്നേ ഉള്ളൂ. എന്നാൽ ഫീലിയ എന്ന് പറയുമ്പോൾ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ളതായ ബന്ധം, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽപ്പെട്ട അടുത്ത ആളുകൾ തമ്മിലുള്ളതായ ബന്ധം, അതൊക്കെ നൽകുന്നതായ ഒരു സ്നേഹഭാവമുണ്ട്. അതാണ് ഫീലിയ. അതും പ്രധാനപ്പെട്ടതായ ഒന്നാണ്. എനിക്കെൻ്റെ സഹോദരരോടുള്ളതായ സ്നേഹം നിസ്സാരമായ കാര്യമല്ല. പക്ഷേ പിന്നെയും മറ്റൊരു സ്നേഹമുണ്ട്. അതാണ് ആഗാപ്പെ, അല്ലെങ്കിൽ അഗാപ്പെ എന്ന് പറയുക. അതിൻ്റെ അർത്ഥം നിസ്വാർത്ഥമായ സ്നേഹം. അതിന് ഒരു പൂർണ്ണമായ മാതൃക ഉണ്ടെങ്കിൽ അത് കുരിശിൽ കിടക്കുന്ന യേശുവാണ്. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്യും. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ പിതാശ സ്വഭാവവും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെയും പൂർണ്ണ മനസ്സോടുകൂടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ബാബു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ വിജിയെ ഭാര്യയായി സ്വീകരിക്കുവാൻ വാഗ്ദാനം ചെയ്യുന്നു. വിധി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബാബുവിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ
നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. നിങ്ങൾ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവ്വജ്ഞാന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വധുവരന്മാരെ പ്രത്യേകമായ അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിക്കും. അവിടുത്തെ സ്നേഹത്തിൽ ആശിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ സാധ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും വീഴ്ചയോടും കൂടെ വിവാഹം കൂടാതെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I thank God for the gift He's given me. A love that's strong for all eternity. I give to you all of my days with a love for all of your ways. In my life I can see that you were made for me. I'll be there to catch you if you fall. All the days I have prayed and the love that I have saved, with this ring I'm giving you my all. With this ring I give to you my all. In the days that we grow old, the times may change but our love will remain. As we look back on this day now, we stood the test of time, living the promise of our vow. In my life I can see that you were made for me. I'll be there to catch you if you fall. Mr. Babu Suresh and Dr. Vijay Varghese has reached in front of the auditorium. We can welcome them. Thank you.
बाइबल के उत्पत्ति ग्रंथ में इस प्रकार लिखा गया है, इस कारण पुरुष अपने माता पिता को छोड़कर पत्नी से मिलेगा और वे दोनों एक शरीर बन जाएगा. Therefore a man shall leave his father and mother and cleave to his wife, and the twain shall be one flesh. അതിനാൽ ഇക്കാരണത്താൽ പുരുഷൻ തന്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്തു, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. Hi all, good afternoon. I'm Alina Roy, aka Deshami. Today we gather here to witness a beautiful beginning where two lives come together, not just in love but in commitment and unity. It is with great joy that we celebrate the engagement of Dr. Vijay Varghese and Mr. Babu Surya. Now let us warmly welcome the beautiful couple. It is my honor to introduce Dr. Vijay Varghese, my dearest cousin. She is one of the kindest and most caring person I know, always ready to help and always understanding others. She is not only a compassionate doctor, but also she truly dedicates herself to caring for people. തന്റെ +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഉയർന്ന റാങ്കോടെ കേരള മെഡിക്കൽ എൻട്രൻസിൽ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടുകയും തന്റെ MBBS പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുകയും തുടർന്ന് ഹൗസ് സർജൻസി കാലഘട്ടത്തിൽ കരുതലും കൈപുണ്യവുമുള്ള ഒരു ഡോക്ടർ എന്ന പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ PG എൻട്രൻസ് പരീക്ഷ പാസ്സായി ഇപ്പോൾ കൊച്ചി ഗിരിധർ ഐ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒഫ്താൽമോളജിയിൽ PG ചെയ്തു വരുന്നു. ഇതോടൊപ്പം കേരള PSC പരീക്ഷ പാസ്സാവുകയും അസിസ്റ്റന്റ് സർജൻ എന്ന തസ്തികയിലേക്ക് നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നു. കുടുക്കാച്ചേച്ചി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഡോക്ടർ വിജയ് വർഗീസിനെ ഔദ്യോഗികമായി ഈ ഒരു ചടങ്ങിലേക്ക് ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. And now as we speak of Dr. Vijay Varghese, let us also welcome the one who walks beside her, Mr. Babu Surya. തലയോലപ്പറമ്പ് പന്തലാട്ട് കുടുംബത്തിലെ സിറിയൻ സാറിന്റെയും ആൻസമ ടീച്ചറിന്റെയും ഇളയ മകനാണ് മിസ്റ്റർ ബാബു സുര്യൻ. പാല SJCTയിൽ നിന്നും BTech in മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രിച്ചിയിൽ നിന്നും MTech ഉയർന്ന നിലവാരത്തിൽ പാസ്സായതിനു ശേഷം കേരള PSC മുഖേന കേരള ഗവൺമെന്റ് സർവീസിൽ ആദ്യം കേരള വാട്ടർ അതോറിറ്റി പിന്നീട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ കോതമംഗലം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ സേവനം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ബാബു ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയ്യടി. You both look really amazing tonight. Today together everything and all. But the frame isn't complete. Is it frame complete? Alla, frame complete alla. Now I
the beloved parents of the bride, Dr. Vijay Varghese, who have been a constant source of love, guidance and support in her life. Dr. Vijayയുടെ പിതാവ് കൊച്ചിയിൽ വർഗീസ്, കാലിക്കോട് റവറൻഡ് ഫാദർ ഇ വർഗീസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായിരുന്നു. 2023 പ്രിൻസിപ്പലായി ലഭിച്ചു. ഇപ്പോൾ മലങ്കര യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചീഫ് അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിക്കുന്നു. ഭാര്യ ജിനി ഐസക് വൈക്കം നായിക്കമ്പറമ്പിൽ കുടുംബാംഗമാണ്. കാലിക്കോട് കോയിക്കൽ എബ്രഹാം മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. കാലിക്കോട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സേവനം ചെയ്തിരുന്നു. അക്കാലത്ത് നമ്മളുടെ വരനായ ബാബുശേഖരന്റെ 4ാം ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു ജിനിയാറ്റി. അപ്പം ഏറെ സ്നേഹത്തോടെ കുടുക്കാച്ചി ഡോക്ടർ വിജയുടെ അച്ഛനെയും അമ്മയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now I would like to introduce her elder sister, who is not just her sister, also her best friend, Minnu Varghese. Minnu ചേച്ചി ബിടെക് സിവിൽ എഞ്ചിനീയർ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ തസ്തികയിലേക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നൽകുകയാണ്. വിവാഹം ചെയ്തിരിക്കുന്നത് മിസ്റ്റർ റോണിറ്റോ മാത്യു. പുതുപ്പള്ളി കുട്ടൻചിറ കുടുംബാംഗമാണ്. കോട്ടയം ജുഡീഷ്യൽ സർവീസിൽ ഒരുപാട് പൊക്കി പറയേണ്ടത് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് സീനിയർ ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്നു. ഇവർക്ക് 2 ആൺമക്കളാണുള്ളത്. ഞങ്ങൾ കിച്ചു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ക്രിസ് മാത്യു റോണിയും ഞങ്ങളുടെ സ്വന്തം വലിയ നേരത്തെ സ്റ്റേജിൽ വന്നു, എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആന്റോൺ വർഗീസ് റോണി. മിന്നു ചേച്ചിയും കുടുംബത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now it's time to introduce the groom's family, the parents who have raised Mr. Babu Sarek with such values and goodness. Mr. Babu Sarekന്റെ പിതാവ് സിറിയൻ സർ തലയോലപ്പറമ്പ് പന്തലാട്ട് കുടുംബാംഗമാണ്. വടയാർ ഇൻഫന്റ് ജീസസ് ഹൈസ്കൂളിൽ ഫിസിക്സ് അധ്യാപകനായി 3 പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ച് വിരമിച്ചു. ഇപ്പോൾ വിശ്രമ ജീവിതം ആസ്വദിക്കുന്നു. അമ്മ ആൻസമ്മ ടീച്ചർ കാഞ്ഞിരപ്പള്ളി നെല്ലാന്തട കുടുംബാംഗമാണ്. 3 പതിറ്റാണ്ടോളം തലയോലപ്പറമ്പ് AJ ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. ബാബുശേഖരന്റെ അച്ഛനെയും അമ്മയും ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. At last but not the least, ബാബുശേഖരന്റെ പ്രിയ സഹോദരി നിഷ ചേച്ചി ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ബിരുദധാരിയാണ്. നിലവിൽ തട്ടക്കുഴി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ടീച്ചറായി സേവനമനുഷ്ഠിക്കുന്നു. ഭർത്താവ് ജോസിൻ കുര്യൻ മുത്തോലപുരം പുത്തൻപുരയിൽ കുടുംബാംഗമാണ്. തൊടുപുഴ ഫെഡറൽ ബാങ്ക് RBC മാനേജറാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാൾ സാൻഡ്ര 10th-ലും ഇളയാൾ ജോൺ പോൾ 5th-ലും പഠിക്കുന്നു. നിഷ ചേച്ചിയുടെയും കുടുംബത്തെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I invite the bride and groom to share the cake with each other and with their loving families. And celebration when I'm the one that you're with. Congratulations and jubilation. Let's put our hands together for the most beautiful couple and their families while we share the cake. Who would believe that I would be happy and contented? I used to think that happiness had its fading wages, but that was in the better days before I met you. When I met you, walking all the days I have prayed and the love that I have saved. With this ring I'm giving you my all. With this ring I'm giving you my all. With this ring I'm giving you my all. Kannadi
I just woke up from a dream where you and I had to say goodbye, and I don't know what it all means.
ബാക്കിലേക്ക് ഇറങ്ങി നമ്മളെ ബാക്കിലേക്കാണ്. And I don't know what it all means, but since I survived I realized wherever you go, that's where I'll follow. Nobody's promised tomorrow, so I'ma love you every night like it's the last night, like it's the last night. If the world was ending, I'd wanna be next to you. If the party was over and our time on earth was through, I wanna hold you just for a while and die with a smile. If the world was ending, I'd wanna be next to you. Lost in the words that we scream. I don't even wanna do this anymore, 'cause you already know what you mean to me, and our love's the only war worth fighting for. Wherever you go, that's where I'll follow. Nobody's promised tomorrow, so I'ma love you every night like it's the last night, like it's the last night. If the world was ending, I'd wanna be next to you. If the party was over and our time on earth was through, I wanna hold you just for a while and die with a smile. If the world was ending, I'd wanna be next to you. Right next to you. Next to you. Right next to you. If the world was ending, I'd wanna be next to you.
wanna be next to you. बीते सारे मौसम बाबुल तेरे घर में, अब चले पाओ मेरे पिया के शहर में। बीते सारे मौसम बाबुल तेरे घर में, अब चले पाओ मेरे पिया के शहर में। हाय सजे आए वे सारा शहर, आज हो गई आवे रब दी महर।